السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവും ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിത മഹത്തുക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, പരിശുദ്ധമായ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയപ്പെട്ട നിധിയായിരുന്നു എന്നും ആ നിധിയെ ജനങ്ങൾ അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല താല്പര്യപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സംവിധാനിച്ചത് എന്നും ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവാകുന്ന രഹസ്യത്തിനെ കണ്ടെത്തുക എന്ന, അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന രഹസ്യത്തിനെ കണ്ടെത്തുക എന്ന ഒരു വലിയ ദൗത്യമാണ് മനുഷ്യരാകുന്ന നമുക്ക് മുമ്പിലുള്ളത്. ആ രഹസ്യങ്ങളെ തുറക്കാൻ കഴിവുള്ള ഒരു മരുന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ. കാരണം സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, അൽ ഫാത്തിഹു ലിമാ ഉഗ്ലിഖ, അടക്കപ്പെട്ടവയെ തുറന്നു തരുന്നവരായ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം പറയുകയാണ്, അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ, അടക്കപ്പെട്ടവയെ തുറന്നു തരുന്നവരായ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകരാകുന്ന രഹസ്യം, അള്ളാഹുവാകുന്ന രഹസ്യം, ഈ രണ്ട് രഹസ്യങ്ങളെയും തുറക്കാൻ കഴിവുള്ള സ്വലാത്തുൽ ഫാത്തിഹി എന്ന് പറയുന്ന ഈ മരുന്ന് നമ്മൾ ധാരാളം കഴിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഏത് വലിയ പാപങ്ങളെയും കരിച്ചു കളയുന്ന മരുന്ന് ഏതിലുണ്ട്? സ്വലാത്തുൽ ഫാത്തിഹയിലുണ്ട്. ഏത് രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ടോ, ഏത് മൂഢങ്ങളുണ്ടോ, അതൊക്കെ സ്വലാത്തുൽ ഫാത്തിഹ. അത്രമാത്രം ദിവ്യ ഔഷധമാണ് അതിന്റെ ഉള്ളിലുള്ളത്. ആ ഔഷധം കഴിച്ച് വലിയ ഉത്തംഗ സോപാനങ്ങളിലേക്കെത്തി ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖലത്തിൽ കണ്ട എത്രയോ ബഹുമാന്യരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളാവുന്ന ഔലിയാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഈ സ്വലാത്തുൽ ഫാത്തിഹി എന്ന് പറയുന്ന ഔഷധം ധാരാളം ഉപയോഗിച്ച് അതിന്റെ രസം കിട്ടിയ, അതിന്റെ ലദ്ദത്ത് കിട്ടിയ, അതിന്റെ സുഖം കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ധാരാളം സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലുക. അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു രഹസ്യമാണ്, ഹഖീഖത്ത് മുഹമ്മദിയത്ത് ഒരു രഹസ്യമാണ്, ഹഖീഖത്ത് അഹ്മദിയത്ത് ഒരു രഹസ്യമാണ്. ആ രഹസ്യങ്ങളുടെ കവാടം നമുക്ക് തുറക്കണമെങ്കിൽ ഈ സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് കൂടിയേ തീരും. ആ സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന രഹസ്യവും അള്ളാഹുവാകുന്ന രഹസ്യവും നമുക്ക് കണ്ടെത്താൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ മാനം കെടാതെ ഒരാൾ മുമ്പിലും കൈനീട്ടാതെ സുന്ദരമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മരണം ഖൈറാകുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.